പേജ് 47-ലെ ഏഴാമത്തെ രസകരമായ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചു. തുടർന്ന് ത്രികോണത്തിന്റെ മറ്റു രണ്ടു വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങളും വരച്ചിട്ടുണ്ട്. രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കുക. അതായത് നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ ഒരു അർദ്ധവൃത്തമുണ്ട്. ആ അർദ്ധവൃത്തത്തിന്റെ വ്യാസം കാണാം. ഇനി അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ഇത്. ഇനി വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളും ഈ ബിന്ദുവും ചേർത്താൽ നമുക്ക് ഈ മഞ്ഞ ത്രികോണം കിട്ടും. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്, മറ്റ് രണ്ട് വശങ്ങളിനെ വ്യാസമാക്കിക്കൊണ്ട് ഇവിടെ അർദ്ധവൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ അർദ്ധവൃത്തത്തിനെ തന്നെ നമ്മൾ രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ നീല ചന്ദ്രക്കലയും അതേപോലെ തന്നെ ചുവന്ന ചന്ദ്രക്കലയും, ഇത് രണ്ടിൻ്റെയും പരപ്പളവുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ഇത് ഒരു ജ്യാമിതീയ പസിലാണ്. ഇതിനെ നമുക്ക് ഹിപ്പോക്രാറ്റസിന്റെ ചന്ദ്രക്കലകൾ അല്ലെങ്കിൽ ലൂൺസ് ഓഫ് ഹിപ്പോക്രാറ്റ്സ് എന്ന ഒരു ജ്യാമിതീയ പസിലായിട്ട് അറിയപ്പെടുന്നു. ഹിപ്പോക്രാറ്റസിന്റെ ചന്ദ്രക്കലകൾ അല്ലെങ്കിൽ ലൂൺസ് ഓഫ് ഹിപ്പോക്രാറ്റസ് എന്ന പേരിലാണ് ഈ ജ്യാമിതീയ പസിൽ അറിയപ്പെടുന്നത്. നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചിത്രം നോക്കൂ. ഇവിടെ എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിലുള്ള ബിന്ദുവാണ് സി. അതുകൊണ്ട് നമുക്ക് ഇവിടെ കോൺ എ സി ബി 90 ഡിഗ്രി എന്ന് കിട്ടും. കാരണം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. ഇവിടെ പാദം നമുക്ക് എ എന്നും ലംബം ബി എന്നും കർണം സി എന്നും എടുക്കാം. ഇവിടെ നമുക്ക് പൈത്തഗോറ സിദ്ധാന്തം ഉപയോഗിച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും മട്ടകോണായതുകൊണ്ട് ത്രികോണം എ സി ബി ഒരു മട്ടത്രികോണമാണ്. ഇനി പൈത്തഗോറ സിദ്ധാന്ത പ്രകാരം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഓരോ വശവും വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓരോ വശവും വ്യാസമായ അർദ്ധവൃത്തം എടുക്കാം. അതിന്റെ പരപ്പളവ് എത്രയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി നമുക്ക് ആർ ആരവും ഡി വ്യാസവുമുള്ള വൃത്തത്തിന്റെയും അർദ്ധവൃത്തത്തിന്റെയും പരപ്പളവ് എന്താണെന്ന് മനസ്സിലാക്കിയാലോ? അതെന്താണ്? ഒരു വൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആരമാണ്. ഇനി ആരം വ്യാസത്തിന്റെ പകുതിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് പരപ്പളവ് പൈ ഡി ബൈ 2 സ്ക്വയർ, അതായത് പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ
വൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ 4 വൃത്തത്തിന്റെ പകുതിയാണല്ലോ അർദ്ധവൃത്തം. അപ്പോൾ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ 8 ആയിരിക്കും. നമ്മുടെ ഈ ചോദ്യത്തിൽ ഇവിടെ വ്യാസങ്ങളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പരപ്പളവ് വ്യാസത്തിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാം. അതായത് പൈ ഡി സ്ക്വയർ ബൈ 8 എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് 3 അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളാണ് കാണാൻ പോകുന്നത്. അതായത് സി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്, എ വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്, ബി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ അർദ്ധവൃത്തം ഏതായിരിക്കും? എ വ്യാസമായതായിരിക്കും. അപ്പോൾ നമുക്ക് എ വ്യാസമായ ചെറിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എങ്ങനെ എഴുതാം? പൈ വ്യാസം എ ആണ്, അപ്പോൾ പൈ എ സ്ക്വയർ ബൈ 8 എന്ന് എഴുതാം. അത് നമുക്ക് എ എന്ന് സൂചിപ്പിക്കാം. ഇനി ഇടത്തരം അർദ്ധവൃത്തമായ എ ബി, അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ബി ആണ് വ്യാസം, അപ്പോൾ അത് പൈ ബി സ്ക്വയർ ബൈ 8 എന്ന് എഴുതാം. സി വ്യാസമായ വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? പൈ സി സ്ക്വയർ ബൈ 8. ഇവിടെ പരപ്പളവുകൾ ശ്രദ്ധിച്ചാൽ എ സ്ക്വയർ, ബി സ്ക്വയർ, സി സ്ക്വയർ ഇവയെ പൈ ബൈ 8 കൊണ്ട് ഗുണിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ ആണെന്ന്. ഇതിനെ നമുക്ക് പൈ ബൈ 8 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഇതാ, പൈ എ സ്ക്വയർ ബൈ 8 പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8 സമം പൈ സി സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. ഇനി ഈ പൈ എ സ്ക്വയർ ബൈ 8 എന്താണ്? എ എന്ന് എഴുതാലോ. അതായത് ചെറിയ അക്ഷരം എ വ്യാസമായി വരുന്ന അർദ്ധവൃത്തത്തിന്റെ ഏരിയ, അതായത് പരപ്പളവ്, അതാണ് എ. അപ്പോൾ ഇത് എ പ്ലസ് എ ബി സമം എ സി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് രണ്ട് ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ലഭിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലെ നീല, ചുവപ്പ് ചന്ദ്രക്കലകളുടെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന് തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒന്നാമത്തെ ചിത്രത്തെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. ചിത്രത്തിലെ ഭാഗങ്ങളെ നമുക്ക് വേർതിരിക്കാം. 3 ആയിട്ടാണ് വേർതിരിക്കുന്നത്. അതായത് ഇത് മൊത്തമാണ് നമ്മുടെ അർദ്ധവൃത്തം. അപ്പോൾ അതിൽ നമുക്ക് ഇതാ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് വരും. കൂടാതെ ഈ ചെറിയ ഒരു വൃത്തത്തിൻ്റെ കഷ്ണം കാണാനുണ്ടല്ലോ, അതിനെ നമുക്ക് വൃത്തഖണ്ഡം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വൃത്തഖണ്ഡങ്ങളുടെയും പരപ്പളവ്
ഈ ത്രികോണത്തിൻ്റെ പരപ്പളവോട് കൂട്ടിയാൽ നമ്മുടെ മൊത്തം വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പം നമ്മൾ വലിയ അർദ്ധവൃത്തത്തിനെ 3ആയി ഭാഗിക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ടി എന്ന് പറയുന്ന ത്രികോണം. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് ടി എന്ന് സൂചിപ്പിക്കാം. അടുത്തതായി നമ്മൾ S1 എന്ന് പറഞ്ഞാൽ ചെറിയ വശത്തെ വൃത്തഖണ്ഡത്തിൻ്റെ പരപ്പളവാണ്. അതായത് ഈ ത്രികോണത്തിന് പുറത്തും പക്ഷെ നമ്മുടെ വലിയ അർദ്ധവൃത്തത്തിന് അകത്തും കടക്കുന്ന ഈ ഭാഗം, അതിനെയാണ് നമ്മൾ ചെറിയ വശത്തെ വൃത്തഖണ്ഡത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അത് S1 കൊണ്ട് സൂചിപ്പിക്കാം. ഇനി ഇതേപോലെ നമ്മുടെ ഈ ഇടത്തരം വശമുണ്ടല്ലോ, ആ വശത്തെ വൃത്തഖണ്ഡത്തിൻ്റെ പരപ്പളവിനെ S2 എന്ന് കാണിക്കാം. ഓക്കെ, അതായത് ത്രികോണത്തിനും നമ്മുടെ എന്താ പറയുക വലിയ അർദ്ധവൃത്തത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന ഭാഗം. ഓക്കെ, അതായത് ത്രികോണത്തിന് പുറത്തും വലിയ അർദ്ധവൃത്തത്തിന് അകത്തും വരുന്ന നമ്മുടെ ഇടത്തരം വശത്തിൻ്റെ ഭാഗം. ഓക്കെ, അതാണ് S2. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് ഇത് മൂന്നും കൂട്ടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വലിയ അർദ്ധവൃത്തം എങ്ങനെയാണ് കിട്ടുന്നത്? ത്രികോണവും മറ്റ് 2 വൃത്തഖണ്ഡങ്ങളും ചേർന്നതാണ്. അപ്പോൾ വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ത്രികോണത്തിൻ്റെ പരപ്പളവ് പ്ലസ് 2 വൃത്തഖണ്ഡങ്ങളുടെ പരപ്പളവ്. അപ്പം നമുക്കത് AC എന്ന് എഴുതാമല്ലോ. AC-നെ എങ്ങനെ എഴുതാം? T പ്ലസ് S1 പ്ലസ് S2 എന്ന് എഴുതാം. ഇതിൽ നിന്നും നമുക്ക് S1 പ്ലസ് S2 എങ്ങനെ എഴുതാം? S1 പ്ലസ് S2 AC മൈനസ് T എന്ന് കിട്ടും. അതായത് ആ 2 വൃത്തഖണ്ഡങ്ങൾ മാത്രമുള്ള ഭാഗം നമ്മുടെ വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്നും ത്രികോണത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ നമുക്ക് വൃത്തഖണ്ഡങ്ങളുടെ പരപ്പളവ് കിട്ടും. ക്ലിയർ ആണത്? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം പരിശോധിക്കാം. ഇപ്പം നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. AA പ്ലസ് AB സമം AC എന്നും S1 പ്ലസ് S2 സമം AC മൈനസ് T എന്നും അറിയാം. അപ്പം നമുക്ക് ഈ ചിത്രത്തിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് T ആണ്. ചെറിയ വശം വ്യാസമായി വരുന്ന അർദ്ധവൃത്തത്തിൻ്റെ മൊത്തം പരപ്പളവ് AA ആണ്. ഈ ചെറിയ വൃത്തഖണ്ഡത്തിൻ്റെ പരപ്പളവ് S1 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈ നീലചന്ദ്രക്കലയുടെ പരപ്പളവ് AA-യിൽ നിന്നും S1 കുറച്ചതാണെന്ന് കിട്ടും. അതേപോലെ ഈ മഞ്ഞ വൃത്തഖണ്ഡത്തിൻ്റെ പരപ്പളവ് S2 ആണ്. ഈ വശം വ്യാസമായി വരുന്ന അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് AB ആണ്. അപ്പോൾ ഈ ചുവന്ന ചന്ദ്രക്കലയുടെ പരപ്പളവ് AB-യിൽ നിന്നും S2 കുറച്ചതാണ്. ആ കാര്യങ്ങളാണ് ഈ ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ചന്ദ്രക്കലകളുടെ പരപ്പളവ് കാണാൻ ഇവിടെ നീല ചന്ദ്രകല ലഭിക്കുന്നത് ചെറിയ അർദ്ധവൃത്തം AA-യിൽ നിന്നും ഒന്നാമത്തെ വൃത്തഖണ്ഡം S1 കുറയ്ക്കുമ്പോഴാണ്. അപ്പോൾ നീലചന്ദ്രക്കലയുടെ പരപ്പളവ് AA മൈനസ് S1 ആണ്. ഓക്കെ ആണല്ലോ? ഇനി ചുവന്ന ചന്ദ്രക്കലയോ? AB മൈനസ് S2 ആണ്.
ഇപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നിന്നും നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് നീലചന്ദ്രക്കലയുടെ പരപ്പളവും ചുവന്ന ചന്ദ്രക്കലയുടെ പരപ്പളവും ഒന്ന് കൂട്ടി നോക്കൂ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ഇതാ, AA മൈനസ് S1 പ്ലസ് AB മൈനസ് S2. ഇതെന്തായിരിക്കും? AA പ്ലസ് AB മൈനസ് ബ്രാക്കറ്റിൽ S1 പ്ലസ് S2. ഇനി AA പ്ലസ് AB ഇവിടെ AC ആണെന്നറിയാം. അതേപോലെ S1 പ്ലസ് S2 നമുക്ക് AC മൈനസ് T ആണെന്ന് സമവാക്യം 1-ൽ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? AC മൈനസ് AC മൈനസ് T. ഇപ്പം ഇവിടെ AC ക്യാൻസലായി പോകും. മൈനസ് മൈനസ് T എന്ത് കിട്ടും? T എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? രണ്ട് ചന്ദ്രക്കലകളുടെയും പരപ്പളവുകൾ തമ്മിൽ കൂട്ടിയാൽ T എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? നീലയും ചുവപ്പുമുള്ള ചന്ദ്രക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് തന്നെ ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹിപ്പോക്രാറ്റസിന്റെ ചന്ദ്രക്കല അല്ലെങ്കിൽ ലൂൺസ് ഓഫ് ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്ന ജോമതീയ പസിലിന്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.